السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على سيد المرسلين وعلى آله وصحابه الفائزين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. صدق الله العلي العظيم. ബഹുമാനമുള്ള ഈ സംഗമത്തിൻ്റെ അധ്യക്ഷൻ, ജമാഅത്ത് പ്രസിഡന്റ് സയ്യിദ് സൈഫുള്ള തങ്ങൾ, ഇവിടെ സിയാറത്തിന് നേതൃത്വം നൽകിയ അതാഉള്ള തങ്ങൾ, അധ്യാപകരും, ബഹുമാനപ്പെട്ട നമ്മുടെ ഈ ഇന്ന് ദുആക്ക് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ, മറ്റു സദസ്സിലും വേദിയിലൊക്കെയുള്ള മഹാന്മാരായ സാദാത്യങ്ങൾ, ഇവിടുത്തെ പ്രഗത്ഭനായ ഖതീബ് കരീംദാരി ഉസ്താദ് അടക്കമുള്ള പണ്ഡിതന്മാർ, മറ്റു ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികൾ, ഇവിടെ സ്വാഗതം പറഞ്ഞ ബഷീർ അടക്കമുള്ള ജമാഅത്ത് കമ്മിറ്റിയുടെ ഉറൂസ് കമ്മിറ്റിയുടെ ഒക്കെ നേതാക്കന്മാർ, അൽഹംദുലില്ലാഹ് ഈ ഉറൂസുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ ഉദ്ഘാടനത്തിൽ തന്നെ സംഗമിക്കാൻ നമുക്ക് അള്ളാഹു നൽകിയത് വലിയ ഒരു തൗഫീഖാണ്. ഇതുപോലെയുള്ള പരിപാടികളുടെ സംഗമങ്ങളുടെയൊക്കെ ലക്ഷ്യം നമുക്കറിയാം. ഈ സ്വാലിഹീങ്ങളുമായി ബന്ധപ്പെട്ട് ഔലിയാക്കളുമായിട്ട് ബന്ധപ്പെട്ട പരിപാടികൾ, വദക്കിറുഹും ബി അയ്യാമില്ല എന്ന പരിശുദ്ധമായ ഖുർആനിന്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ സ്ഥാനം കൽപ്പിച്ച, ബഹുമാനിക്കപ്പെടാൻ ദീന് നിർദ്ദേശിച്ച കാര്യങ്ങളും അതുപോലെ തന്നെ വ്യക്തികളും സ്ഥലങ്ങളും സമയങ്ങളൊക്കെ നമ്മൾ ബഹുമാനിക്കുന്നതിന്റെ ഭാഗമായി അതുമായി ബന്ധപ്പെട്ട ദിവസങ്ങൾ നമ്മൾ അനുസ്മരിക്കുമ്പോൾ അതിൻ്റെ ഒക്കെ ലക്ഷ്യം അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇന്ന് ഭൗതികമായ സൗകര്യങ്ങളും സുഖലോലുപതയും തേടിക്കൊണ്ട് പോകുന്ന ഒരു സമൂഹം, ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ എന്ന് ഖുർആൻ പറഞ്ഞ ആ രൂപത്തിൽ അക്ഷരാർത്ഥത്തിൽ ഭൗതികത മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ യഥാർത്ഥത്തിൽ ആത്മീയമായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്തേണ്ട അവസരങ്ങൾ പോലും ഭൗതികമായ ലാഭത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള സംഗമങ്ങൾ തീർച്ചയായിട്ടും പറയുന്നവരുടെയും കേൾക്കുന്നവരുടെയും സംഘടിപ്പിക്കുന്നവരുടെയൊക്കെ ആത്മീയമായ ഉയർച്ചയ്ക്ക് വേണ്ടിയായിരിക്കണം. നമ്മുടെ അഖീദയുടെ, നമ്മുടെ വിശ്വാസങ്ങളുടെ, നമ്മുടെ ആത്മീയ വിചാരങ്ങളുടെ പുരോഗതിയായിരിക്കണം നമ്മുടെ ഇതുപോലെയുള്ള സംഗമങ്ങളുടെ ലക്ഷ്യം. പലപ്പോഴും നമ്മളൊക്കെ ഇതുപോലെ, ഞാൻ ഈ അടുത്തൊരു ഉറൂസിന് പങ്കെടുത്തപ്പോൾ കാര്യമായിട്ട് അവിടെ കിടക്കുന്ന മഹാനെ പറ്റിയോ ഔലിയാക്കളുടെ മഹത്വത്തിനെ പറ്റിയോ കറാമത്തുകളെ പറ്റിയോ അതുമായി ബന്ധപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ നമ്മുടെ പ്രഭാഷകൻ കീച്ചേരി ഉസ്താദ് എത്തിയിട്ടുണ്ട്. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. അതുപോലെയുള്ള ആ മഹാന്മാരുമായി ബന്ധപ്പെട്ട ആത്മീയ ചർച്ചകൾ അവിടെ നടക്കുന്നില്ല. സംഘാടകർക്ക് എന്താണോ താല്പര്യം അത് പ്രഭാഷകരെ കൊണ്ട് പറയിപ്പിക്കാം. ഒരുപക്ഷെ പ്രത്യേകിച്ച് ഇലക്ഷൻ സമയമൊക്കെ ആകുമ്പോൾ സംഘാടകർ ഏത് പാർട്ടിയുടെ ഒക്കെ അനുയായികളാണോ
അതൊക്കെ വ്യംഗ്യമായിട്ട് പ്രഭാഷകരെ കൊണ്ട് അവതരിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ഉറൂസുകൾ അധപ്പതിക്കുമ്പോൾ ഉമറാക്കളും ഉലമാക്കളും സാദാത്യങ്ങളും ഉണർന്ന് പ്രവർത്തിക്കണം, തീരുമാനിക്കണം. ഇത് അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി. അതാണല്ലോ ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത്. ലാ തർഹൽ മിനൽ കൗനി ഇലൽ കൗൻ. നമ്മളൊരു സൃഷ്ടിയിൽ നിന്ന് മറ്റൊരു സൃഷ്ടിയിലേക്ക് സഞ്ചരിക്കുക എന്ന് പറഞ്ഞത് അത് വലിയ കാര്യമൊന്നുമല്ല. ലോകത്തുനിന്ന് നമ്മൾ വലിയ സംഭവമായിട്ട് ഒരു വലിയ അഭിമാനമായിട്ട് ചിലപ്പോൾ ചന്ദ്രനിൽ കാലുകുത്തിയതും അല്ലെങ്കിൽ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങൾ സന്ദർശിച്ചതൊക്കെ വലിയ അഭിമാനമായിട്ട് നമ്മൾ പറയും. അതൊക്കെ ലോകം കണ്ടെത്തിയ ഏറ്റവും വലിയ അത്ഭുതങ്ങളായിട്ട്. പക്ഷേ അതൊക്കെ ഏത് ഗോളങ്ങളിൽ ചെന്ന് നമ്മൾ ഇറങ്ങിയാലും എന്തൊക്കെ കണ്ടുപിടുത്തങ്ങൾ നടത്തിയാലും അതൊരു സൃഷ്ടിയിൽ നിന്ന് മറ്റൊരു സൃഷ്ടിയിലേക്ക് എത്തി എന്നല്ലാതെ ഒരു മനുഷ്യന്റെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് എത്തുന്ന കാര്യങ്ങളല്ല അത്. അതിനേക്കാളും വലുതാണ് ഇർഹൽ മിനൽ കൗനി ഇലൽ മുകവ്വിൻ. ഈ സൃഷ്ടിയിൽ നിന്ന് സൃഷ്ടാവിലേക്ക് എത്തുന്ന ചർച്ചകളാണ് നമുക്കിടയിൽ ഉണ്ടാകേണ്ടത്. അതിന്റെ നിലവാരമാണ് നമ്മുടെ നിലവാരം ഉയർത്തുന്നത് എന്നുള്ള തിരിച്ചറിവുകൾ നമ്മുടെ പരിപാടികൾക്കുണ്ടാകണം. ഇവിടെ അള്ളാഹുവിനെ പറ്റി സംസാരിക്കാൻ നമുക്ക് സമയമുണ്ടാകണമെന്നർത്ഥം. നമ്മുടെ വിശ്വാസങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ, നമ്മുടെ അഖീദയെ ശക്തിപ്പെടുത്താൻ, നമ്മുടെ തഖ്വ അതിന്റെ പുരോഗതി അഭിവൃദ്ധിയായിരിക്കണം. നമ്മുടെ ഈ പ്രഭാഷണങ്ങളൊക്കെ കേട്ട് തിരിച്ചു പോകുമ്പോ